നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ആ കുട്ടിയെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടി നന്നായി പാടുന്നുണ്ട്. അല്പം കുഴപ്പങ്ങളുണ്ടായാലും സാരമില്ലടോ. എല്ലാരും തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ. നല്ല ഗായകരും ഉണ്ടാവട്ടെ. സംഗീത ലോകത്തിന്റെ ഭാവി ഭദ്രാക്കണല്ലോ. എങ്കിൽ നിങ്ങൾ അകത്തേക്ക് ഇരിക്കാം. ആയിക്കോട്ടെ, വരും വേണം. ഇത്രയും വലിയ ഗായികയായിട്ടും അവരുടെ ഒരു എളിമ ഉണ്ടോ? വേറെ ചിലര് പുതിയ കുട്ടികൾ വരുമ്പോ അവരുടെ തലയെ ചവിട്ടി ഇല്ലാതാക്കാനേ ശ്രമിക്കൂ. ശ്യാമ മേഡം എപ്പോഴും അങ്ങനെയാ. എല്ലാവരോടും ഒരു കാരുണ്യം നിറഞ്ഞ പെരുമാറ്റ. ഹരി, എല്ലാം ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രാധിക, സുബിൻ, ഞാൻ വന്നോളാം. ശരി മാഡം. വന്നിട്ട് കുറെ നേരമായോ? ഞാൻ പറഞ്ഞതിലും കുറച്ച് നേരത്തെ വന്നു. വൈകിയ പിന്നെ മാഡത്തിന് ബുദ്ധിമുട്ടാവുമല്ലോ. ഓ, അങ്ങനെയൊന്നുമില്ല. ഈ ഡ്രസ് രാധികയ്ക്ക് നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു മാഡം. മാഡം, എന്താ ഞാൻ വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? സർപ്രൈസ് ഉണ്ട്, പക്ഷേ അതിപ്പോ തന്നെ കാണിച്ചു തരാൻ പറയരുത്. എന്താ മാഡം, പറയൂ. ഇവിടുത്തെ മ്യൂസിക് സ്റ്റുഡിയോയില് ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ആരാ പാടുന്നറിയോ? ശ്യാമ മാഡം. ആണോ? അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ശ്യാമ മാഡത്തിന്റെ ടൈം ഒന്ന് നോക്കട്ടെ. ഫ്രീ ആയിരിക്കുമ്പോ ഞാൻ തന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തരാം. എന്താ? അതെ, സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ കാര്യമൊന്നും ഞാൻ കരുതിയില്ല. മാഡത്തിനെ കണ്ടുമുട്ടിയത് മുതല് എന്തൊക്കെ ഭാഗ്യങ്ങളാ എനിക്ക് വരുന്നേ. പിന്നെ വീടിന്റെ അയൽവക്കത്തുള്ളവരൊക്കെ വിനയ മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നോടാ ചോദിക്കുന്നെ. എങ്ങനെ കമ്പനി ആയത്, ഇത്രയും തിരക്കുള്ള ഒരാള് എങ്ങനെയാ വീട്ടിൽ വന്നേ, ചോദ്യങ്ങളോട് ചോദ്യം തന്നെയാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാഡം എന്നെ മോളെ പോലെ കാണുന്നെന്ന്, ഒരു ഗമയ്ക്ക് വേണ്ടി. അത് സത്യമല്ലേ? ഞാൻ മോളെ പോലെ തന്നെയല്ലേ കാണുന്നത്, പിന്നെന്താ? മാഡം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും എന്നെ പോലൊരാളൊക്കെ. നോക്കുമോളെ, എനിക്കൊരാളെ കുറിച്ചൊരു കാര്യം തോന്നിയാല് അതിൽ പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മോളെ പോലെയല്ല, മോള് തന്നെ. വന്നേ. നമസ്കാരം മാഡം. ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാലോ അല്ലേ? പിന്നെന്താ, തുടങ്ങാം. രാധിക, മോൾ അങ്ങോട്ടിരുന്നോ. ഡബിംഗ് കാണണമെന്നുണ്ടോ? വേണ്ട മാഡം, ഞാനിവിടെ ഇരുന്നോളാം. ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും, ഞാൻ വന്നോളാം. വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.